ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ഫൈനലി ചെന്നൈ സൂപ്പർ കിങ്സ് ആർ ബാക്ക് ഓൺ ദ ട്രാക്ക്. MS ധോണി ഇപ്പോഴും ഒരു അംഗത്തിനുള്ള ബാല്യം തന്നിലുണ്ടെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് MSDയിൽ നിന്നും വന്നിരിക്കുന്നത്. ലോകം അയാൾക്ക് വെറുതെ തന്നെ ചാർത്തി കൊടുത്ത പേരല്ല ദ റിയൽ ഫിനിഷർ എന്നുള്ളതും. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരൊക്കെ ഒരു ബൗണ്ടറി വരെ അടിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ഇറങ്ങേണ്ട സമയത്ത് തന്നെ ഇറങ്ങിക്കൊണ്ട് മൂപ്പര് നടത്തിയിട്ടുള്ള ഒരു കത്തിക്കലുണ്ട്. ഫിനിഷർ തന്നെയാണ് മക്കളെ. ലക്നോ ആദ്യം ഭരിച്ചതുകൊണ്ട് അവരുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ മികവിൽ ഉയർത്തിയ 167 റൺസ് എന്നുള്ള വിജയലക്ഷ്യം CSK അനായാസമായി മറികടക്കുമെന്നുള്ള തോന്നലായിരുന്നു മറുപടി ബാറ്റിംഗിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. കാരണം അവരുടെ ഓപ്പണർമാർ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ CSKയുടെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരൊക്കെ എന്താണ് ചെയ്തു കൂട്ടുന്നത്? രാഹുൽ ത്രിപാഠിയും വിജയ് ശങ്കറും ഒക്കെ എന്തിനാണ് കളിക്കുന്നത് എന്നുള്ളത് പോലും എനിക്ക് പിടികിട്ടുന്നില്ല. ബോൾ കൊണ്ട് കിടിലം പ്രകടനം നടത്തിയിട്ടുള്ള രവീന്ദ്ര ജഡേജ ബാറ്റ് കൊണ്ട് തീർത്തും നിരാശപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 111 റൺസ് എന്ന നിലയിലേക്ക് വീണു പോയെങ്കിൽ കൂടി അവിടെ 57 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് MSDയും ശിവൻ ദൂബയും ചേർന്നുകൊണ്ട് മത്സരം CSKയുടെ പക്ഷത്തേക്ക് മാറ്റുന്നത്. 19.3 ഓവറിലേക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ CSK വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ചെന്നൈക്ക് വേണ്ടി 52 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഓപ്പണിംഗ് കൂട്ടുകെട്ടിലൂടെ രജിൻ രവീന്ദ്രയ്ക്കും ഷെയ്ഖ് റഷീദിനും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്ന ബാറ്റർമാരൊക്കെ വന്നതുപോലെ തന്നെ മടങ്ങിപ്പോകുന്ന കാഴ്ച. ശിവൻ ദൂബെ തുടക്കത്തിലൊക്കെ വല്ലാതെ സ്ട്രഗിൾ ചെയ്തെങ്കിൽ കൂടി അവസാനം ചെറിയ ഹിറ്റിംഗ് ഒക്കെ വന്നപ്പോഴാണ് അദ്ദേഹം CSK വിജയത്തിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അതിന്റെ മെയിൻ റീസൺ തല MSD തന്നെയാണെന്ന് പറയേണ്ടി വരും. എല്ലാ ബാറ്റർമാരൊക്കെ ഒരു ബൗണ്ടറി കണ്ടെത്താൻ പോലും ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് MSD വന്നുകൊണ്ട് അനായാസം ബൗണ്ടറികളും സിക്സറും ഒക്കെ അടിച്ചു കൂട്ടുന്ന കാഴ്ച. 11 പന്തുകളിൽ 26 റൺസ് MSD അടിച്ചപ്പോഴാണ് കളി CSKയുടെ പക്ഷത്തേക്ക് തിരിഞ്ഞതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. LSGക്ക് വേണ്ടി 19ാമത്തെ ഓവർ എറിയുന്നത് ഷർദുൽ താക്കൂറാണ്. അദ്ദേഹത്തിന് പകരം രവി ബിഷ്ണോയ്ക്ക് മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഋഷഭ് പന്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതെന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ശിവൻ ദൂബെ 37 പന്തുകളിൽ 43 റൺസിന്റെ സംഭാവന നൽകിയിട്ടുമുണ്ട്. ഇപ്പോഴും ഈ ഒരു ടീം 43-കാരനായിട്ടുള്ള MS ധോണിയിൽ തന്നെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ MS ധോണി ആവട്ടെ പൊളിച്ചെടുക്കുന്ന പ്രകടനം തുടരുകയുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ്